എൻ്റെ വാരണാസി ബ്ലോഗിൻ്റെ ഫൈനൽ വീഡിയോയിൽ എനിക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. ഒന്നും കൊണ്ടല്ല, കുറച്ച് തിരക്കിലായി പോയി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് എൻ്റെ വാരണാസിയിലെ ലാസ്റ്റ്, അതായത് എൻ്റെ 3ാമത്തെ ദിവസമാണ്. ഈ ഒരു ദിവസം ഞങ്ങൾ ഗംഗാ നദിയിൽ തന്നെ ചെലവഴിച്ചു. എൻ്റെ അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടായി ഇവിടെ ഗംഗാ നദിയിൽ ഒന്ന് മുങ്ങി കുളിക്കാനും ഇവിടെ ആരതി ഒഴുക്കി വിടാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഗംഗാ നദിയിലേക്ക് വന്നത്. അപ്പം അമ്മ അതിനു വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഈ ഇറങ്ങിപ്പോകുന്നത്. എനിക്കും കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ വെള്ളം അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേണ്ടാന്നങ്ങ് വിചാരിച്ചു. കാരണം എനിക്ക് പെട്ടെന്ന് ഈ സ്കിൻ അലർജി ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര റിസ്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും അമ്മയുടെ ആഗ്രഹമല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇനി പിന്നീട് വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അമ്മയുടെ ആഗ്രഹം അങ്ങ് നിറവേറ്റി കൊടുത്തു. അങ്ങനെ അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗംഗാ നദിയിൽ ആരതിയും കഴിഞ്ഞ് നമ്മൾ പിന്നെ റൂമിലോട്ട് പോയി. ഇത് രാവിലെ 5 മണിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതൊരു 7-8 മണിയാണെന്ന്. 5 മണിയുടെ ഈ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. കാരണം അത്രയും വെളിച്ചാണ് ഇത്ര രാവിലെ തന്നെ ഇവിടെ. പിന്നെ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തു. ഒരു 8-9 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെയും സ്ഥലങ്ങൾ കാണാറില്ല. കാരണം ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ദിവസം. അതുകൊണ്ട് ബാക്കി കാണാനുള്ള സ്ഥലങ്ങളും കൂടെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. വീണ്ടും നമ്മൾ ഈ ബോട്ട് യാത്രയിലാണ് തുടങ്ങിയത്. കാരണം ഇത് ഇവിടെ ഈ ഒരു ബോട്ട് യാത്രയാണ് ഇവിടുത്തെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. അത്രയും കാരണം കോസ്റ്റ് വൈസ് ആയാലും നമ്മുടെ ടൈം വൈസ് ആയാലും ഇതാണ് നല്ലത്. കാരണം ബ്ലോക്കോ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അതിന്റെ കുറച്ച് വീട്ടിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എടുത്ത വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ചന്ദ്രഗോപി കിണറാണ്. ഇതിനെ പറ്റിയിട്ടുള്ള പ്രത്യേക വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ എന്തായാലും പോയി കാണാം. ഇതിനൊരു പ്രത്യേകത ഈ ഒരു കിണറിന്. എന്തായാലും അത് കണ്ടിരിക്കണം നിങ്ങൾ ഇവിടെ പോകുന്നവരാണെങ്കിൽ. പിന്നെ ഞങ്ങൾ ഒരുപാട് അമ്പലത്തിൽ പോയി അവിടെ തന്നെ പ്രത്യേക പൂജയൊക്കെ ചെയ്തു. എന്തോ ഒരു ഭയങ്കര ആശ്വാസം കിട്ടി. പിന്നെ നമ്മൾ അവിടുത്തെ കുറച്ച് നല്ല ഫേമസ് ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്തു. എന്നിട്ട് നമ്മൾ പിന്നെ ഒരു വൈകുന്നേരമായി തിരിച്ചു പോകേണ്ട സമയമായി. ഞങ്ങൾക്ക് ഈവനിങ് ആണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് തിരിച്ചും അവിടുന്ന് ബോട്ടിൽ തന്നെ നമ്മുടെ റൂമിലേക്ക് പോയി. അങ്ങനെ അവസാനമായി ഈ കെട്ടുകളൊന്നുകൂടെ കാണുകയാണ്. ഈ ബോട്ടിൽ നല്ല നട്ടുച്ച വെയിലായിരുന്നു. നല്ല ഉറക്ക ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയ ഒരു സാധനം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എഫക്റ്റ് കൂടി ഉണ്ട്. അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. പക്ഷെ അതിന്റെ എഫക്റ്റ് ഞാൻ അറിഞ്ഞത് ഇവിടുന്ന് ചെക്കൗട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ്. എൻ്റെ അമ്മയും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഒന്നുമായില്ല. എനിക്കാണെങ്കിൽ എല്ലാം ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് വേറൊന്നുമല്ല ഗൈസ്, ഇവിടുത്തെ ബാബാ തണ്ടായാണ്. അതിന്റെ വീഡിയോ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. വീട്ടിൽ കാണാത്തവര്. എൻ്റെ കിളിയൊക്കെ ഏത് വഴിയിലാണ് പോയത് എനിക്കറിയാം. എല്ലാ വീഡിയോ എടുക്കുമ്പോഴും ഞാനായിട്ടല്ലായിരുന്നു ഉണ്ടായത്. അങ്ങനെ നമ്മുടെ വാരണാസി അയോധ്യ ട്രിപ്പിന് അവസാനമായി. നമ്മൾ തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു 3-4 ദിവസം അടിപൊളിയായിരുന്നു. അതിന്റെ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ദിവസമായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അടിപൊളിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഒരു അമ്പലത്തിലൊക്കെ പോകുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു. പക്ഷെ ഈ ഒരു യാത്ര എന്നെ പലതും പഠിപ്പിച്ചു. എനിക്ക് പലതും ബോധ്യപ്പെടുത്തുന്നു. സോ ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യാത്രയായി തോന്നി. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, കാശിനാഥൻ്റെ അടുത്ത് വരിക, ഇതൊക്കെ ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഒന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ വരുന്ന ഒരു യാത്രയായിരിക്കും ഈ ഒരു വാരണാസി യാത്ര പറയുന്നത്. അപ്പൊ നിങ്ങളും എന്നെ പോലെ ഈ ഒരു വാരണാസി യാത്ര ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും ചിന്തിക്കണ്ട. ഒരു സെക്കൻഡ് തോട്ട് പോലും വേണ്ടാതെ ആ പ്ലാനിങ് അങ്ങ് എക്സിക്യൂട്ട് ചെയ്തോളൂ. എന്തായാലും പോയിട്ട് വരൂ. സോ എനിവേസ് നമ്മൾ അങ്ങനെ തിരിച്ച് വാരണാസി എയർപോർട്ടിൽ വന്നു. നൈറ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ എത്തി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ റൂമിലിട്ട് പോയി നല്ലപോലെ റെസ്റ്റ് എടുത്തു. സോ അപ്പൊ അത്രയ്ക്കുള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനിയുള്ള ഫ്യൂച്ചർ ട്രാവൽ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.